നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ജ്യൂസ് വീഡിയോ ആണ്. ഇപ്പോൾ ജ്യൂസാണല്ലോ ട്രെൻഡിങ്. നമ്മൾ പറഞ്ഞാൽ ഇത് ജ്യൂസ് കണ്ടുപിടിച്ച ജ്യൂസല്ല, അത് വേറെ ആരെ കണ്ടുപിടിച്ച ജ്യൂസാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ പ്രധാന ഐറ്റം. ഇത് ബീട്രൂട്ടാണ്, എല്ലാവർക്കും അറിയാം. ഈ ബീട്രൂട്ട് വെച്ച് നമ്മളിന്നൊരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണം, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് ഒരു ബീട്രൂട്ടാണ്. അത്യാവശ്യം ഈ വലിപ്പത്തിലുള്ള ഒരു ബീട്രൂട്ട് ധാരാളമായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ, പിന്നെ ഷുഗർ ആവശ്യത്തിന്, പിന്നെ നമ്മളെ മിൻറ്റ് ലീവ്സ് ഇല്ലേ, ഈ മിൻറ്റ് ലീവ്സും, പിന്നെ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ആകെ വേണ്ടത്. അപ്പോൾ അത് നമ്മളെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യഘട്ടം എന്ന് പറഞ്ഞത് നമ്മൾ ആ ബീട്രൂട്ട് കഴുകി ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കുക. അതിനുശേഷം നമുക്കത് മിക്സിയിലിട്ടിട്ട് ഒന്നടിക്കണം, കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ ജ്യൂസ് നീര് കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്കിതാ ഈ മിൻറ്റ് ലീവ്സും അതേപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഏകദേശം ഈ പരുവത്തിലാണ് നമ്മൾ എന്താ പറയുക ബീട്രൂട്ടായിട്ടുള്ളത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ, എങ്കിലും നമുക്കൊരു ജ്യൂസി പോലെ സാധനം കിട്ടത്തുള്ളൂ. നമ്മളെ മിൻറ്റും ഏകദേശം അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട് ഇതിൽ. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇത് നമ്മളിത് ഈ അരിപ്പയിലേക്ക് ഈ സാധനം ഒഴിച്ച് നമ്മളിതിലത്തെ ജ്യൂസ് എടുക്കണം. അതാണ് ഇനി അടുത്ത് പരിപാടി. നമ്മളിത് സ്പൂൺ എടുത്തിട്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ് വേറെ കാര്യം. അപ്പോൾ നമ്മൾ അടുത്ത ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതാ നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇനി നമ്മൾ അടിച്ച മിൻറ്റും ഇതേപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ സാധനങ്ങൾക്കായി ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അതിന് മുന്നേ നമ്മൾ ആദ്യം നാരങ്ങ വെള്ളം എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ നമ്മൾ ഘട്ടത്തിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മധുരം, നമുക്ക് ആവശ്യത്തിനുള്ള മധുരം എടുക്കുക. അതിന് ശേഷം ഇത്തിരി വെള്ളം, തണുത്ത വെള്ളം, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളമുണ്ട്, അത് ഒഴിക്കുക. അതിന് ശേഷം നമ്മളിതാ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ നന്നായിട്ട് അങ്ങോട്ട് പിഴിയാൻ കൈ കൊണ്ടാണ്. നല്ല ഒറ്റ സാധനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ നമുക്ക്, അതല്ലെങ്കിൽ ഇത് വെച്ച് നന്നായി പിഴിയാം. എന്നിട്ട് നമ്മൾ ഈ അടിച്ച് വെച്ച മിൻറ്റിൻ്റെ കുറച്ച് സംഭവം ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ നമ്മൾ ഈ അടിച്ച എന്താ പറയുക ബീട്രൂട്ടില്ലേ, ഇതിൽ നിന്ന് ഒരു സ്പൂണ് ഇതിലേക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. അപ്പോൾ അത് നമ്മൾ ഏകദേശം കലക്കിയിട്ട് നമ്മുടെ കളറൊക്കെ മാറി. ബീട്രൂട്ടിൻ്റെ വെള്ളം ഒഴിച്ചാൽ പിന്നെ ഏകദേശം കളർ തന്നെ ആവുമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ് സംഭവം റെഡിയാണ്. ഇതാണ് നമ്മുടെ ജ്യൂസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുടിച്ചു നോക്കട്ടെ ഞാൻ തന്നെ. അപ്പോൾ നാരങ്ങയുടെ എസൻസ് ഇത് നല്ലോണ്ട് നല്ല അതുണ്ട്. മിൻറ്റിൻ്റെ ഇത്തിരി ടേസ്റ്റ് കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി മിൻറ്റ് നമുക്ക് ആഡ് ചെയ്തിട്ട് അത് ഇളക്കി നോക്കാം. അതേപോലെ ബീട്രൂട്ടിൻ്റെയും ഇത് കുറച്ച് കമ്മിയാണ് തോന്നുന്നത്, കാരണം അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല. അതും അത്യാവശ്യം ഇളക്കിയിട്ട് നമുക്ക് നോക്കാം.
നമുക്ക് ഒന്നുകൂടി കുടിച്ച് നോക്കാം. ഇപ്പോൾ സംഭവം ടേസ്റ്റൊക്കെ ആയി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ സംഭവം. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഗൂഗിൾ ഇതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. സാധാരണ അടിക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളറാണല്ലോ, അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.